ഇനി സഹോദരന്മാരെ, മൗലവിമാര് പറയുന്നത് ഞമ്മക്ക് മുജാഹിദുകളോട് മറുപടി പറയാൻ ബേജാറാന്നാണ്. എന്തേ തിരുകേശം വന്നിട്ട് കൂട്ടരെ, ഞങ്ങൾക്കൊരു മറുപടിക്കും ബേജാറില്ല. ആണത്തത്തോടെ, ആർജവത്വത്തോടെ, 1000 കുതിരശക്തിയോടെ അള്ളാന്റെ ദീനിനെതിരെ വരുന്ന സകല അലവലകളെയും ഞങ്ങൾ ആർജവത്വത്തോടെ വെല്ലുവിളിക്കുകയാണ്. ആര് വന്നാലും അവരെ പ്രാമാണികമായി നേരിടാൻ ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദിന്റെ ആദർശപ്പണി കർമ്മസജ്ജരാണ്. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? മുജാഹിദുകളെ കാണുമ്പോൾ മുട്ട് വറക്കണുണ്ട്, നിങ്ങൾ മുടി കുടുങ്ങിയതാ. നിങ്ങൾ തൻ്റെ ഇടണ്ടെങ്കിൽ മറുപടി പറയും. ഹുസൈൻ സലഫി ചോദിക്കുന്നുണ്ട്. അതും കാണിച്ചിട്ട് വേറെ ഏതോ മുടി കൊണ്ടുവന്നിട്ട് ഇറ്റ് കാശാക്കുകയല്ലേ നിങ്ങളുടെ തൊഴിൽ. വളരെ ചിന്തിക്കണം. ഈ 2 മുടിയും കൊടുത്തിട്ട് ഹബീബായ നബി പറഞ്ഞു, യഖ്സിംഹു ബൈനന്നാസ്. ഇത് വിതരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ലോകത്തിന്റെ നാനാഭാഗത്തും ഈ മുടി വിതരണം ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിന്റെ നാനാഭാഗത്തും ഈ മുടിയുണ്ട്. വെല്ലൂരിലുണ്ട്. എവിടെയുണ്ട്? സാന്ദർഭികമായി പറയട്ടെ, വെല്ലൂരിൽ നിന്ന് സനദുള്ള ഹബീബായ റസൂലുള്ളാഹിയുടെ മുടിയിൽ വെള്ളം കുടിക്കൽ സ്വഹാബികളെ പതിവാണ്. റഹ്മത്തുള്ള വെറുതെ പറയുകയല്ല. കാന്തപുരം ഉസ്താദിന്റെ അണികളുടെയും പതിവാണ്. ഞങ്ങൾ വെറുതെ പറയുകയല്ല. പക്ഷേ കാശ് വേണ്ട. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം എൻ്റെ ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്. എന്തെങ്കിലും തോന്നിയത് പറയല്ല. വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. വേറെ ഏതോ മുടി എന്ന് നമ്മൾ വെറുതെ പറയുന്നതാണോ? നിങ്ങൾ നോക്കൂ, ഈ 2 ഗ്രൂപ്പുകാര്, കാന്തപുരം ഗ്രൂപ്പുകാർ ഒരിടത്ത് ഇങ്ങനെ മുടിയിളക്കിയിട്ട് വെള്ളം കൊടുക്കുന്നു, കേശം പ്രദർശനത്തിന് വെക്കുന്നു. അങ്ങനെ അവിടെ കുറെ ആള് കൂടുന്നു എന്ന് കണ്ടപ്പോ ഈ കാസിനിക്ക് സഹിക്കില്ലല്ലോ. കാസിനി ഒരിടത്ത് നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. നിഷേധിക്കാനാകുമോ നിങ്ങൾക്ക്? നിങ്ങൾ എഴുതിയിട്ടുമുണ്ട്. തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഏതോ ഒരു മുടിയും കൊണ്ടുവന്ന് നടക്കേന്. നിങ്ങൾക്ക് ആ മുടിയുടെ സനത് തെളിയിക്കാമോ എന്നൊക്കെ ഈ വിഭാഗം ചോദിക്കുന്നില്ലേ? അത് ഞങ്ങൾ ചോദിക്കുമ്പോ തെറ്റാണല്ലേ? നിങ്ങൾ ചോദിക്കുമ്പോ അത് ശരി, ഞങ്ങൾ ചോദിക്കുമ്പോ തെറ്റാണല്ലേ? എടവണ്ണ പഞ്ചായത്തിലൊരു എസ്കക്കാരുണ്ടെങ്കിൽ ആ എസ്കക്കാരന് മാന്യത എന്ന 3 അക്ഷരത്തോട് കടപ്പാടുണ്ടെങ്കിൽ ഹുസൈൻ സലഫിയുടെ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ പത്തപ്പിരിയത്തെ വായനശാലയിൽ മൈക്ക് കെട്ടാൻ തന്റെ ഇടമുള്ള എസ്കക്കാരനുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ആണുങ്ങളെ വർത്തന അതാണ് എസ്കക്കാരാ. പറയേ, ഞങ്ങളോട് ജാതി ഒന്ന് ചോദിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ നിലക്ക് സിഹത്തോടെ സനദ് നിങ്ങൾ വെറുതെ പറയുകയല്ലാതെ ഓരോരുത്തരും അങ്ങനെ പറഞ്ഞ് അങ്ങനെ നടക്കുന്നു എന്നതല്ലാതെ നിങ്ങൾക്കത് പ്രമാണം കൊണ്ട് തെളിയിക്കാൻ സാധ്യമല്ല. അല്ല, ആണെങ്കിലും പേരും വായനശാലക്ക് ചെലവ് ഞങ്ങളെ വകയാണ്. ഈ മുഹാബിക്ക് മറുപടി പറയാൻ നിങ്ങളുടെ കയ്യിൽ ഉത്തരമുണ്ടെങ്കിൽ വായനശാലയിൽ നിങ്ങൾക്ക് പരിപാടി വെക്കാനുള്ള മുഴുവൻ ചെലവും 10 യൂണിറ്റ് SSF ഏറ്റെടുത്തിരിക്കുന്നു. വരട്ടെ, തോട്ട് നോക്കോ. സിസ്റ്റർ ഞങ്ങൾ കൊടുക്കൂലെന്ന് മാത്രം. ചോറുമാണെങ്കിൽ ആലോചിച്ചാ നല്ല റേഞ്ചിലാണെങ്കിൽ ചോറ് കൊണ്ടുപോകും. കുടിക്ക് കൊണ്ടുപോകാൻ പറ്റണം. പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉള്ള പെരീക്ക് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകാൻ പറ്റിയ റേഞ്ചിലാണെങ്കിൽ ഞങ്ങൾ ചോറും കൊടുത്തോളാം. നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി. വരി, അടുത്ത ചോദ്യം വരട്ടെ. റഹ്മാനി, ഏതാ റഹ്മാനി അറിയോ? ഒരാഴ്ച മുമ്പ് ഒമാനിൽ പോയി നൗഷാദ് ഹസനി ചെറുവിരൽ കൊണ്ട് റാവരപ്പിച്ച റഹ്മാനി, അതേ റഹ്മാനി റഹ്മത്തുള്ള കാസിമി ഉൾപ്പെടെയുള്ള സകല എസ്കക്കാരെയും മൂക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റാവരപ്പിച്ച. ഇപ്പോൾ ഈ മുടി വരുന്നതിന് തൊട്ടു മുമ്പ് ഒരു മുടി സമ്പ്രദായം ഇവിടെ നിലനിന്നിരുന്നു. ഒരു മുടിയെക്കുറിച്ചുള്ള വിഷയം ഇവിടെ നിലനിന്നിരുന്നതാണ്. ആ മുടിയുടെ സനതന്വേഷിക്കാതെ, തെളിവന്വേഷിക്കാതെ കിട്ടിയ മാത്രയിൽ അത് ജനങ്ങളുടെ മുന്നിൽ വിവരിക്കുകയും എന്നിട്ട് അതിട്ട വെള്ളം കൊടുക്കുകയും ചെയ്തത് നേരത്തെ ഇവിടെ സംസാരിച്ച അദ്ദേഹത്തിന്റെ അതേ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ
വിൽപ്പനയാണ്. ഇപ്പോഴുള്ള പുതിയ മുടി വരുന്നതിന് മുമ്പ് കേരളത്തിലൊരു വിൽപ്പന നടന്നത് തെളിവിന്റെ ശേഷം മുമ്പും പിന്നെ വിൽപ്പന നടന്നിട്ടില്ല, അന്നേ നടന്നിട്ടുള്ളൂ. ബലമില്ലാതെയാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ബാവാട് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്, എന്തെങ്കിലും തോന്നിയത് പറയല്ല. വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന സനദുള്ള വെള്ളമാണ്. ആ വെള്ളത്തിന് 25,000 ഉറുപ്പിക വെച്ച് ആര് തരുന്നുവോ അവർക്ക് വാവാട് ഉസ്താദ് കൊടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, തെളിവുകളുടെ പിന്നാലെ മാത്രമേ ഞങ്ങൾ പോകാറുള്ളൂ എന്ന് പറഞ്ഞ ആളുകൾ ഒരു തെളിവുമില്ലാത്ത സനദിന്റെ വിഷയത്തിൽ സംശയമുള്ള ഈ മുടിയിട്ട വെള്ളം 25,000 ഉറുപ്പികയ്ക്ക് വിറ്റ് കളഞ്ഞു എന്ന വിഷയം ഇപ്പോഴതാ ഒരു മുടി വിവാദമുണ്ടായപ്പോഴാണ് പുറത്തു വരുന്നത്. അതുവരെ ആരും അറിഞ്ഞില്ല. എല്ലാരും ഞങ്ങൾ അറിഞ്ഞ് മാനം കെടുത്തേണ്ട വിചാരിച്ചു ഉണ്ടാകുന്നത്. എല്ലാരും വിചാരിച്ചിരുന്നത് പിന്നെ വെല്ലൂരിലെ മുടിക്ക് സനതുണ്ട്. ആ സനതുള്ളത് കൊണ്ടാണ് ഞങ്ങൾ വിറ്റ വെള്ളത്തിന് സനതുള്ളത് കൊണ്ട് പിന്നെ കാന്തപുരം കൊണ്ടുവന്ന മുടി അത് സനദില്ലാത്തതാണ്. സനത് പറയൂ, സനത് പറയൂ, സനത് പറയൂ എന്ന് പിന്നാലെ നടന്നു. എന്നാൽ നിങ്ങൾ കേൾക്കണോ, കാശ്മീട്ട് വെള്ളം കൊടുത്ത 25,000 രൂപയ്ക്ക് വിറ്റ ആ മുടിയിട്ട വെള്ളമുണ്ടല്ലോ, അതിനും സനദില്ലാത്ത വെള്ളമാണ്. അതെവിടുന്നാ മനസ്സിലായതെന്നറിയുമോ? കോഴിക്കോട് നടന്ന മറുപടി പ്രസംഗത്തിലാണ് അത് പുറത്തു വരുന്നത്. കേട്ടോ നിങ്ങൾ? ആ മറുപടി പ്രസംഗത്തിൽ അഷ്റഫ് ഫൈസി പറയുന്ന വാചകം കേട്ടു നോക്കൂ. സനദില്ലാതെ വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിൽ ഒരു മുടിയുണ്ട്, ലത്തീഫിയയിലും മുടിയുണ്ട്. വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിലുള്ള ഷാറ് ആ പറയുന്ന മുടി ഇട്ട വെള്ളം അവിടെയുള്ള ബാഖവികളായ ആളുകൾക്കറിയാം. അവിടെ ആർക്കും കൊടുക്കാറില്ല. കാരണം അതിന്റെ സനദിൽ സംശയമുള്ളത് കൊണ്ട്. കണ്ടോ? അതിൽ സനദിൽ സംശയമുള്ളത് കൊണ്ട് വെല്ലൂരിലുള്ള മുടിയിട്ട വെള്ളം ബാക്കവിമാര് കുടിക്കാറില്ല, അവർക്ക് കൊടുക്കാറില്ല. അത് കാശ്മീർക്കും അറിയാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റേതാണെന്ന് പറഞ്ഞ് സനദുള്ള വെള്ളമാണെന്ന് പറഞ്ഞിട്ട് സ്വന്തം വയറ്റിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാതെ 25,000 ഉറുപ്പികക്ക് വിൽക്കാനുള്ള കാര്യം അത് സനദില്ലാത്ത വെള്ളമായതുകൊണ്ടാണ്. പറഞ്ഞത് ഞങ്ങളല്ല, പറഞ്ഞത് അഷ്റഫ് ഫൈസിയാണ്. ഏത് സമയത്താണിത് പറഞ്ഞതെന്നറിയാമോ? മറുപടി പറയേണ്ടത് എസ്കക്കാരാണ്. നിങ്ങൾക്ക് ഇതൊന്നും ബാധകല്ല. നിങ്ങളിങ്ങനെ എഴുതി തരിക, നിങ്ങളിങ്ങനെ ബോർഡൊക്കെ, ഞങ്ങളിങ്ങനെ അന്തംഗമ്മികളെ എൻ്റെ പിന്നാലെ എടുക്കല്ലേ. എന്താ നിങ്ങളെന്താ മനസ്സിലാക്കി? മറുപടി പറയും, മറുപടി പറയും. മുജാഹിദിന്റെ മുമ്പ് ചെല്ലിങ്ങൾ. സഹോദരന്മാരെ, ഇനിയുണ്ട് ഈ ജാതി. ഞാൻ സമയപരിമിതി കൊണ്ട് പോണില്ല ഇതിന്റെ പിന്നാലെ. ഇതിനൊക്കെ മറുപടി നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വെക്കണോ ചെലവ് നമ്മളെ വക തരും. നിങ്ങൾ ആ സമയം പറഞ്ഞാൽ മതി, മറുപടി പറയണ ചരക്കിനും കാട്ടി തന്നാൽ മതി, വേറൊരു കണ്ടീഷനും ഇല്ല. എന്നിട്ട് സഹോദരന്മാരെ, ഇനി നമ്മളെ ബാലുവിന്റെ 2 ചോദ്യം കൂടി അങ്ങോട്ട് പൂർത്തിയായാൽ ആ മൂവി മുഴുവനാകും അല്ലേ? ഇത് ഏടാകൂടത്തിൽപ്പെട്ടത് ആരാ ഏടാത് കൂടത്തിൽപ്പെട്ടത്? തൻ്റെ ഇടയ്ക്ക് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കാണേ, നമ്മളോട് സനത് വായിച്ചണ വർത്താനം പറയുന്ന എസ്കക്കാരോട് മുജാഹിദിന്റെ വക അങ്ങട്ട് നിങ്ങളെവിടെയാ പോയി വായിച്ചത്? ഇങ്ങക്ക് സനത് ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഏപ്പിസ്താദാവുമ്പോ സനത് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരല്ലേ? അതാദ്യം പറയുന്നു. റഹ്മത്തുള്ളാ ഖാസിമി കാന്തപുരം ഉസ്താദിനോട് പരമ്പര ചോദിക്കുന്നു സനത്. വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. കാസിമിന്റെ വാക്കാട്ടോ. വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന ഇത് EK സുന്നിയത്തുണ്ടായ ബേജാറുണ്ടായി. അതാദ്യം പറയുന്നു. റഹ്മത്തുള്ളാ ഖാസിമി കാന്തപുരം ഉസ്താദിനോട് പരമ്പര ചോദിക്കുന്നു സനത്. ആരോട്?
ഉസ്താദിനോട് അരണ്യ തിരുകേശത്തിന്റെ വർക്കത്താണ് വെളുപ്പിച്ചു ഞങ്ങളെ. വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ള, കാസിമിന്റെ വാക്കാട്ടോ, വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ള, സേനതുള്ള വെള്ള, മുടിയിട്ട വെള്ള, അള്ളാന്റെ റസൂലേ റഹ്മത്തുള്ള വെറുതെ പറയുന്നതല്ല, സേനതുള്ള വെള്ള. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ കാസിമി, സേനതുള്ള വെള്ള നിങ്ങളോ തൊള്ളോണ്ട് പറഞ്ഞാൽ സേനത് ഉണ്ടാകുകയും അത് കാന്തപുരത്തിന്റെ തൊള്ളോണ്ട് സേനത് എന്ന് പറഞ്ഞാൽ പോരാ, സേനത് പറയണമെന്നാ പറഞ്ഞു. അപ്പൊ നിങ്ങളെ തൊള്ളോണ്ട് പറഞ്ഞാൽ മതി. നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? അത് അറിയില്ല, ഞങ്ങൾക്ക് അറിയും വേണ്ട, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനാക്കിന് പേര്. എന്താ അത് വർത്താനം അല്ലേ? ഇതൊക്കെ ഒന്ന് പറഞ്ഞൊടുക്കും. എസ് കെക്കാരെ ബോർഡ് അങ്ങോട്ടും ഒന്ന് പോട്ടെ, ഒരു ബോർഡ് അങ്ങോട്ടും പോട്ടെ. ഇനി മൂപ്പര് പറയാം, നിങ്ങളിപ്പോ AP ഉസ്താദ് അത് വായിച്ചിട്ടുണ്ട്, കോട്ടക്കലിലെ പണ്ഡിത സമ്മേളനത്തിലും മർക്കസിലൊക്കെ വായിക്കേണ്ടടുത്തൊക്കെ വായിച്ചിട്ടുണ്ട്. പിന്നെ അത് പട്ടിക്കാട് ചെന്നിട്ട് വായിക്കേണ്ട പണിയൊന്നും ഞങ്ങൾക്കില്ല. ഇവല് പറയാ, ഇവലെ മുഷാവറ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇവല് പറയുന്നട്ട നമ്മളെ മുഷാവറ ആദ്യം ഒരു തീരുമാനം എഴുതി മിനിറ്റ്സിൽ എഴുതി അതിന്റെ കോപ്പി ഒന്ന് ചേളാരിക്ക് ആദ്യം അയച്ചു കൊടുക്കലാം. ഇതിന്റെ കിട്ടിയിട്ടില്ല എന്നാ പറയുന്നത്. SSF SYS അംഗീകരിക്കുന്ന സമസ്ത എടുക്കുന്ന തീരുമാനം എന്താന്നുള്ളത് ഞങ്ങൾക്ക് തോട്ടും അമ്പലം അല്ല പറഞ്ഞേ. അത് ഞങ്ങൾക്ക് കിട്ടാൻ ഞങ്ങളെ സംഘടനാപരമായ ജാനലിൻഡസ്കാരാ. വെറുതെ അതും പറഞ്ഞ് ആയുസ് കളയണ്ട. SSF അറിയാം, SYS അറിയാം ഞങ്ങളെ പ്രസ്ഥാനത്തിന്റെ നിലപാട് ഇരിക്കട്ടെ. എന്നാൽ അങ്ങോട്ടൊരു ചോദ്യം ബാലുവിന്റെ വക, നിങ്ങളിപ്പോ എവിടെയാ വായിച്ചത്? ഇങ്ങനെ മൂപ്പര് പറയാ സെനതുള്ള വല്ലാതെ ചോദിക്കട്ടെ കാസിമി, ഈ മുടിയുടെ സെനത് നിങ്ങൾ എവിടെ വായിച്ചു? എവിടെ വായിച്ച്? എവിടെ വായിച്ച്? ഇനി എവിടെയാ വായിക്കാൻ കഴിയ? ഏത് പട്ടിക്കാട് ജാമിയാനുരിയിൽ വായിച്ചു? ഏത് ചേളാരി സ്ഥാപനത്തിൽ വായിച്ചു? നിങ്ങളുടെ ഏത് മുന്തിയിൽ വായിച്ചു? ഇതിന്റെ സെനത് നിങ്ങൾ വായിച്ചില്ല. നിങ്ങൾക്ക് എങ്ങനെ കാന്തപുരത്തിനോട് ചോദിക്കാൻ അവകാശം? അറിയില്ല, അറിയില്ല. എന്നിട്ട് ഇപ്പൊ ചോദ്യം, നമ്മള് എല്ലാ റബീഉൽ അവ്വലും ആ തിരുകേശം മുക്കിയ വെള്ളം രാവിലെ ആദ്യം ആ തിരുകേശം വെച്ചിട്ട് മൗലൂദ് ഓതുന്നു. എന്നിട്ട് കാസിമി കാട്ടിയ മാതിരിയല്ല, ആദ്യം ആ തിരുകേശം മുക്കിയിട്ട് വെള്ളം നമ്മുടെ മുഷാവറ ആലിമീങ്ങളും സാദാത്തുക്കളും കുടിക്കണ്. എന്നിട്ട് നാട്ടുകാർക്ക് കുടിക്കാൻ കൊടുക്കണു. ഒറ്റ പൈസ വാങ്ങണില്ല. ഒരു ബോട്ടിലിന് 25 പൈസ വാങ്ങിയ എസ്കക്കാരാ ഞങ്ങൾക്ക് മുക്കാലത്ര കിട്ടുന്നറിയോ? വാങ്ങലില്ല. AP ഉസ്താദിന് ലക്ഷങ്ങളുമാണെങ്കിൽ കൊടുക്കൂല ഞങ്ങൾ. അത് നിങ്ങളെ കാത്തുക്കോ, അത് നിങ്ങളെ കാത്തുക്കോ. മഹാനായ കാന്തപുരം ഉസ്താദ് കൈ നീട്ടിയ മതി. കാന്തപുരം ഉസ്താദിന് വേണ്ടത് കൈ കൊടുക്കാൻ കേരളത്തിൽ ലക്ഷങ്ങൾ തയ്യാറാണ് എസ്കക്കാരാ. അതിനെന്തിനാ ഞങ്ങൾക്ക് തിരുകേശം മുക്കേണ്ട ആവശ്യം? അത് ഞങ്ങൾ വേറെ വർക്കത്തിന് കുറിച്ചു. മനസ്സിലായില്ലേ? എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്നിട്ട് ഇവിടെ ചോദിച്ച ചോദ്യത്തിൽ ഒന്നാമത്തെ ഇതൊക്കെ പറഞ്ഞ് നമ്മളാ മുഖ്യ വെള്ളം കുടിച്ചിന്, നമ്മൾ അതിനു വേണ്ടി വാദിക്കണ്. ഇതൊക്കെ ചെയ്തിട്ട് പോലും നമ്മളോട് ചോദിച്ച ചോദ്യത്തിൽ ഒന്നെന്താ നിങ്ങള് കാരന്തൂർ മർക്കസിൽ സൂക്ഷിക്കുന്ന കേശം പ്രവാചകന്റേതാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ആരെ മുമ്പിലാ തെളിയിക്കേണ്ടത്? നിങ്ങളൊന്ന് ബോർഡൊക്കെ. ഞങ്ങൾക്ക് കിടിനി കുഞ്ഞാപ്പൂന്റെ മാതിരി തലയിലെന്നേലും വേണം. അങ്ങനത്തെ മുമ്പിൽ ഏർപ്പാടുള്ളൂ. ഇതിപ്പോ ബാലുവിന് തിരിഞ്ഞ തിരിവാട. ബാലുശ്ശേരി മൗലവിക്ക് ഇത് മനസ്സിലായി. അന്യ നാട്ടില് നാക്കാലിക്ക് വരെ ഇത് തിരിയാത്തത് ഉണ്ടാവില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കണ്ടത്? കാരണം ഇയാളെപ്പോലൊരു പൊട്ടഞ്ഞ് ദുന്യാവിൽ വേറുണ്ടോ? ഇയാൾക്ക് ഇത് മനസ്സിലായാൽ പിന്നെ നാട്ടിൽ ആർക്കാ മനുഷ്യന്മാരെ ഇത് തിരിയാത്തത്? ആരെ മുന്നിലാ ഞങ്ങളിത് തെളിയിക്കേണ്ടത്? ബുദ്ധിയുള്ളവരെ കൊണ്ടരി തെളിയിച്ചേരാ. ബുദ്ധിയുള്ളവർ എന്തായാലും എസ്കിൽ മെമ്പർഷിപ്പ് കൊടുക്കൂലല്ലോ, അല്ലാത്തവരാണ് കൊണ്ടരി. തെളിയിക്കാൻ റെഡിയാണോ? തെളിയിക്കേണ്ടോടത്ത് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇനി എന്താ റെഡി? പിന്നെ ഓല് ചോദിക്കാണ് ഷഹാദത്ത് കലിമ ഒന്ന് തലതിരിച്ചു ചൊല്ലോ. എങ്ങനെ? അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ് മുത്തുനബി പഠിപ്പിച്ചെന്ന കലിമ. ആ കലിമ ഒഴിവാക്കിയിട്ട് ഒന്ന് തലതിരിച്ചു ചെല്ല. എങ്ങനെ? ഈ മുടിയുടെ പ്രവാചകനായി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു കലിമ ഇസ്ലാമിലുണ്ടെങ്കിൽ ഞങ്ങൾ ചൊല്ലിക്കോളാം. അല്ല, തിരുകേശം മുഖ്യ വെള്ളം കുടിച്ചണമെങ്കിൽ ആ തിരുകേശത്തിന്റെ ഉടമയെ കുറിച്ചൊരു ഷഹാദത്ത് കലിമ ചെല്ലണോ? എന്നാ നിങ്ങൾ ആദ്യം ഒന്ന് ചെല്ലി. നിങ്ങളല്ലേ ഞങ്ങളെ മുമ്പ് കുടിച്ചതും വിറ്റതും. നിങ്ങളൊന്ന് ചൊല്ലി കാട്ടിത്തേരി. ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്നൊരു ഷഹാദത്തുണ്ട്. അത് ഞങ്ങൾ ചൊല്ലും. ആ ഹബീബിന്റെ തിരുകേശമാണ് മർക്കസിൽ എന്നത് ഞങ്ങൾ 1000 വട്ടം സാക്ഷി നിൽക്കുകയും ചെയ്യും. ഇതൊക്കെ ചെയ്യുള്ളൂ. തലതിരിച്ചൊരു കലിമ ഞങ്ങൾക്ക് അറിയില്ല. ഇനി അടുത്ത ചോദ്യം, മൂന്നാമത്തെ ഒരു ചോദ്യം ഉണ്ടായി, ഞാൻ പിന്നെ പറയും. 4ാമത്തെ ചോദ്യം, നിങ്ങളുടെ വാദം പ്രവാചകന്റേതാണെന്നോ അല്ലെന്നോ ആവട്ടെ, എന്താണ് നിങ്ങൾ ഉപയോഗിച്ച മാനദണ്ഡം? വെല്ലൂരിൽ ബാക്കിയാത്തിലെ
അല്ലെങ്കിൽ ലത്തീഫിയായിലെ തിരുകേശം മുഖ്യ വെള്ളം വിറ്റ കാസിമി ഉൾപ്പെടെയുള്ള ആളുകൾ, അത് വിൽക്കാൻ സ്റ്റേജ് ഒരുക്കി കൊടുത്ത എസ്കക്കാരുൾപ്പെടെയുള്ളവർ വെല്ലൂരിലെ ലത്തീഫിയായിലെ ബാക്കിയാത്തിലെ തിരുകേശമാണെന്ന് അംഗീകരിക്കാൻ എന്ത് മാനദണ്ഡമാണോ സ്വീകരിച്ചത്, അതേ മാനദണ്ഡം ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദിന്റെ കയ്യിലുണ്ട്. അതേ മാനദണ്ഡം നിങ്ങളൊന്ന് നടക്കി. അതേ മാനദണ്ഡം. എന്ത് മാനദണ്ഡങ്ങൾ വെല്ലൂരത്തിന് ഉപയോഗിച്ചത്, വെള്ളം വിറ്റപ്പ് ഉപയോഗിച്ചത്, അതേ മാനദണ്ഡം. ഒരു ഇഞ്ച് കുറവില്ല, അരഞ്ച് കൂടുതലുമില്ല. അതേ മാനദണ്ഡം ബസ് അല്ലേ? ബാക്കിയുള്ള ചോദ്യത്തിക്ക് ഞാൻ വരും സന്ദർഭം പോലെ. എന്നാൽ എസ്കക്കാർ എവിടെ എത്തിയ നിങ്ങള്? എസ്കക്കാർ പറയുന്ന വാദം ഇപ്പൊ വഹാബിയക്കുണ്ട്. എന്താ വാദം? ബാലുശ്ശേരി പറയുന്നുണ്ട്, സനത് കിട്ടിയാൽ ഞങ്ങളും തിരുകേശം മുഖ്യ വെള്ളം കുടിച്ചാൽ മർക്കസിൽ വരിക്കും. മർക്കസിൽ കാന്തപുരം ഉസ്താദ് കൊണ്ടുവന്ന മുടി സനതോടെ തെളിയിക്കപ്പെട്ടാൽ, ഒരിക്കലും നിഷേധിക്കാനാവാത്ത സനതോടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്യൂ നിൽക്കും. നിങ്ങളുടെ ക്യൂവിൽ ഞങ്ങൾ വാങ്ങുന്നുണ്ട് കന്നാസിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുടി കിട്ട വെള്ളം. പക്ഷേ സാധനം കിട്ടാല്ല. എസ്കക്കാരെ സോക്കോടും പല സോക്കോടും ഏതാണ്ട് ഒന്നാണ്. ഇനി എന്താ പിന്നെ വരിക്കാൻ വരാത്തത്? എസ്കക്കാര് മർക്കസത്തിന് ഇപ്പൊ വരിക്കാത്തുള്ളൂ. എന്നാൽ മർക്കസത്തിന് ഇവര് വരിക്കാൻ വരാത്ത എന്താ പറയാ, വെല്ലൂർത്തത് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കണ മാതിരി മർക്കസത്തെ തിരുകേശം വാങ്ങി കോഴിക്കോട് പോയി വിൽക്കലേ നടക്കൂല. അതുകൊണ്ട് അവിടേക്ക് വരിക്കാൻ വരാത്ത. എന്നാൽ സഹോദരന്മാരെ, ഇവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവർ പറയുന്ന വാദമുണ്ടല്ലോ, സനദില്ലാത്ത പ്രശ്നം, അതിന്ന് മുജാഹിദുകളും പറയുന്നു. മുജാഹിദുകൾ പറയുന്നത് മർക്കസിൽ മാത്രമല്ല, മർക്കസ് കിട്ടാത്ത സനത് പോലെ ലോകത്തെവിടെയും കിട്ടാല്ല എന്നാണ് സക്കരിയ സുലൈഹി പറയുന്നത്. പക്ഷെ ഇന്ന് ലോകത്തെവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പുള്ള ഒരു തിരുശേഷിപ്പും എവിടെയും സൂക്ഷിച്ചിട്ടില്ല. ഹസ്രത്ത് ബാനിലുമില്ല, വെല്ലൂരിലുമില്ല, ഡൽഹിയിലെ തുർക്കിയിലെ ടോപ്പ് ക്യാപി മ്യൂസിയത്തിലുമില്ല. ഡൽഹിയിലെ ടോപ്പ് ഉണ്ട് എന്ന് എസ്കക്കാർക്ക് പറയാൻ കഴിയോ? സക്കരിയ സുലൈഹിയെ പോലെയുള്ള മുജാഹിദുകൾ മർക്കസിലെ തിരുകേശം നിഷേധിക്കാൻ നിങ്ങളുണ്ടാക്കിയ മാനദണ്ഡത്തിന്റെ ചുവട് പിടിച്ച് അള്ളാഹുവിന്റെ ഭൂമിയിലെ സകല തിരുകേശങ്ങളും മൊത്തമായും ചില്ലറയായും നിഷേധിക്കുമ്പോൾ, ആ വഹാബികളുടെ മുമ്പിൽ ചെന്നുകൊണ്ട് ലോകത്തെ ഏതെങ്കിലും ഒരു തിരുകേശം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എസ്കക്കാരാ? പിന്നെ നമ്മളോട് ചോദിച്ചത് സംവാദത്തിനുണ്ടോന്നോ? 1000 വട്ടം റെഡിയാ. പക്ഷെ ഇനി വ്യവസ്ഥയില്ല. വ്യവസ്ഥ ഞങ്ങൾ പണ്ട് അശ്വിനൊക്കെ വന്നുകാണ്ട് കീശേരി തനിയാപുരത്ത് എഴുതിയിരിക്കണം. അന്ന് ഞങ്ങൾ പറഞ്ഞ വ്യവസ്ഥക്ക് നിങ്ങൾ ഇരിക്കാൻ റെഡിയാണെങ്കിൽ ഇപ്പൊ തന്നെ കത്തുന്നോളി. തൃശ്ശൂരിൽ ഞങ്ങൾ സംവാദ വ്യവസ്ഥ എഴുതാൻ വന്നിട്ടുണ്ട്. അന്ന് ഞങ്ങൾ പറഞ്ഞ വ്യവസ്ഥ ഉണ്ട്. ആ വ്യവസ്ഥ 100% അംഗീകരിച്ച് നിങ്ങളൊരു സംവാദത്തിന് റെഡിയാണെങ്കിൽ എഴുത്തു തന്നോ എസ്കക്കാരാ? 1000 കുതിരശക്തിയോടെ ഞങ്ങൾ സ്വീകരിക്കും. ഉണ്ടെങ്കിൽ കൊണ്ടിരിക്കും കത്ത്. അങ്ങനത്തെ ആണുങ്ങളൊന്നും പെടാനും പറ്റിട്ടില്ല. ഉണ്ടെങ്കിൽ കൊണ്ടരി കത്ത്. ഞങ്ങളെ പരിപാടി കഴിഞ്ഞതിന് മുമ്പ് കൊണ്ടുവന്നോളൂ. SSFന്റെ SOSന്റെ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ അറിയില്ലേ? വ്യവസ്ഥയിട്ടില്ല. എന്താണോ തനിയാപുരത്തും തൃശ്ശൂരും നടന്ന വ്യവസ്ഥന്റെ CD അത് വെച്ചിട്ട് അതനുസരിച്ച് തീരുമാനം. അല്ലാതെ ഇങ്ങനെ അതിന്റെ പിന്നാലെ അടക്കാൻ ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. സോറി, മനസ്സിലായില്ലേ? എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾ എത്തിയ പാതാളം എവിടെയെന്നറിയോ? വഹാബികൾ പറഞ്ഞുതരും. മടവൂർ മുജാഹിദ് പറയുന്നുണ്ട്, എസ്കക്കാരെത്തിയ സ്റ്റേജ് ബാലുശ്ശേരിന്റെ സ്റ്റേജാണ്. അത്യാവശ്യം സംഭവമായിട്ടുണ്ടല്ലോ, വേണ്ടി വന്നാൽ നമുക്ക് ഇനിയും പറയേണ്ടി വരും. ഒരു വിഷയം കൂടി എന്തായാലും ചേർക്കേണ്ടതുണ്ടായിരുന്നു. അത് നമ്മളെ മുടി പ്രശ്നമാണ്. സമയമല്ല, ആരോഗ്യമില്ല. അതിനെക്കുറിച്ചൊരു വാചകം വരാം. ആ മുടിയെക്കുറിച്ച് വിഭാഗം സുന്നികളും നവയാഥാർത്ഥ്യരും ഒരേ പാളയത്തിലാണ്. മനസ്സിലായി എസ്കക്കാരാ? ഇനി ആ മിമ്പറിന്റെ ചോട്ടിട്ടത് മിമ്പറമൊക്കെ ഉണ്ടാക്കിയാൽ തലീകെട്ടേതായാലും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകലില്ല. ആരാ പറയുന്നു? മടവൂര് മുജാഹിദേ. ഇതുകൊണ്ടാണ് ഞങ്ങളെ പിഴച്ചുപോയ സാധാരണക്കാരായ സുന്നി വിശ്വാസികൾ ഏതാനും പണ്ഡിത കോലങ്ങൾ അന്ധമായ കാന്തപുരം ഉസ്താദിനോടുള്ള വിരോധം കൊണ്ട് ഈ തിരുകേശ വിരോധത്തിലേക്കും അതുവഴി അഹ്ലുസുന്നയുടെ പ്ലാറ്റ്ഫോമിന്റെ പുറത്തേക്കും സാധാരണക്കാരാട്ടിത്തെളിക്കുന്നത് കാണുമ്പോ ഞങ്ങൾ കാന്തപുരം ഉസ്താദിന്റെ അണികൾ പറഞ്ഞാൽ അത് ചെവിക്കൊള്ളുകയില്ല. അന്ധമായ വെറിവാദിച്ച നിങ്ങൾ അനുയായികൾ. അതുകൊണ്ടാണ് കഴിഞ്ഞ പത്തപ്പിരിയം ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ ബഹുമാനനായ നജീബ് മൗലിയാരുടെ ക്ലിപ്പ്
ഇവിടെ ഞങ്ങൾ ഇട്ടത്. അപ്പോൾക്ക് പറയാം നജീബോലിയാരെ പറഞ്ഞത് അപ്പൊ തെളിവ്, ഞങ്ങൾക്ക് അള്ളാന്റെ ദീനിലെ പ്രമാണ തെളിവ്, അത് ഞങ്ങൾ പറഞ്ഞാൽ അത് ഏൽപ്പിക്കാനല്ലേ എന്ന് തള്ളും. അതുകൊണ്ട് SSFകാരും SYSകാരും അല്ലാത്ത മൂന്നാമത്തെ ഒരാളത് പറയുമ്പോൾ കുറച്ചെങ്കിലും പടച്ചോനെ പേടിയുള്ള ആളുകൾ ഒന്ന് ആലോചിച്ചെങ്കിലോ എന്ന് കരുതിയിട്ടാൽ ആ നജീബോലിയാരും പറയുന്നു ഈ സുന്യാളെ പോക്ക് ഇബ്നു തൈമിയാന്റെ പോക്ക് കാ. അതുകൊണ്ട് ഈജിപ്ഷ്യൻ ത്രിമൂർത്തികൾ മുഹമ്മദ് അബ്ദു, അതേപോലെ തന്റെ ശിഷ്യൻ റഷീദ് റിവ, അതേപോലെ അവരുടെ ഗുരുവരൻ ജമാലുദ്ദീൻ അഫ്ഗാനി, ഈ 3 ത്രിമൂർത്തികളുടെ വഹാബിസ് ആണല്ലോ നമ്മുടെ നാട്ടിലെ വഹാബിസം. ഈ വഹാബിസത്തിന്റെ ശീലും രീതി ഇതാണ്. അത് വെച്ചാണ് നമ്മൾ സംസാരിച്ചത്. പക്ഷെ ആ സംസാരിക്കുന്ന സമയത്ത് മനസ്സ് നിറയെ എന്തായിരുന്നു? ഇവിടെ വഹാബികൾ പുറത്തുവിടാത്ത ചിന്ത, അതായത് അവരുടെ ആശയസ്രോതസ്സായ ഇബ്നു തൈമിയ്യയുടെ തബറുക്ക് സംബന്ധിച്ചുള്ള നിലപാട്. ഇതായിരുന്നു എന്റെ മനസ്സിൽ നിറയെ. അങ്ങോട്ടാണ് ഈക്കക്കാരുടെ പ്രസംഗം മുഴുവൻ പോണത്. മനസ്സിലായോ? എസ്കക്കാരാ, തീക്കൊള്ളി കൊണ്ട് തലചൊറിയണ്ട. വ്യക്തി വൈരാഗ്യം തീർക്കാനും കാന്തപുരം വിരോധം തീർക്കാനും തീക്കൊള്ളി കൊണ്ട് തലചൊറിയേണ്ടതില്ല. ഇത് ഈ തർക്കം വീക്ഷിക്കുന്ന ആർക്കാണ് മനസ്സിലാകാത്തത്? ഞങ്ങൾ പറയുമ്പോൾ അത് കാന്തപുരം ഉസ്താദിന്റെ വ്യവസായത്തിന് കൊടിപിടിക്കാന്ന് നിഷ്പക്ഷമതികൾ ചിന്തിച്ചു പോകും. അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തുള്ള ഒരാളെ മദ്യത്തിന് കൊണ്ടുവന്നത്. അതൊരു പ്രശ്നത്തിൽ സ്വാഭാവികല്ലേ? എന്നാൽ നജീബോലിയാർ എന്നെ പറയുന്നുണ്ട്, മൂപ്പര് 3ാം കക്ഷിയാണ്, നമ്മളെ എതിർ കക്ഷിയല്ല, അനുകൂല കക്ഷിയല്ല. തഞ്ചം കിട്ടുമ്പോൾ മൂപ്പര വകി നമ്മളെ പറയലുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ എസ്കക്കാരുടെ നിലപാടിന്റെ കോലം മൂപ്പര പുതിയ വിഷയത്തിൽ മൂപ്പര് പറയുന്നുണ്ട്. കോലം എന്താണെന്നുള്ളത് ചില പോയിന്റുകൾ ഇവർ പറഞ്ഞു വരുന്ന പോയിന്റ്, ആ പോയിന്റുമായി ബന്ധപ്പെട്ട് വരുന്ന അബദ്ധം, ഇതാണ് ഞാൻ പറയുന്നത്. EK വിഭാഗം മർക്കസിലുള്ള മുടിയെ സംബന്ധിച്ച് പ്രധാനമായി പറയുന്നത് അത് അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുമുടിയാണ് എന്നതിന് സനദില്ല. വായിച്ചത് സനദല്ല, ഇതിന് സനദില്ല. ഇത് ദീനിന്റെ വിഷയമാണ്. ദീൻ സനദില്ലാതെ ദീൻ സ്വീകാര്യമല്ല. ഇത് തന്നെ ഉലമാക്കളടക്കം പറയുന്നു. ഇനി അതല്ല രസം, കൂട്ടിച്ചേർക്കുന്നു. ഇനി സനത് കൊണ്ടുവന്നാലും ഏറ്റല്ലേ കൊണ്ടുവരുന്നത് സ്വീകാര്യമല്ല. പിന്നെന്തിനായി സനത് ചോദിക്കുന്നത്? ഇനി ഏറ്റല്ലേ കൊണ്ടുവരുന്നത് എന്നാലും സ്വീകാര്യമല്ല. ഇതിൽ ഞാൻ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ മുശാവറയുടെ തീരുമാനത്തിൽ തന്നെ സനദില്ലാത്തത് കൊണ്ട് സനത് പറയുന്നത് വരെ ആരും വഞ്ചിതരാകരുത് എന്നാണ്. അപ്പൊ സനത് പറഞ്ഞാലോ എന്നൊരു പ്രശ്നം അതിൽ തന്നെ ഉണ്ടല്ലോ. അതിനെപ്പറ്റി ഇതിന്റെ മുൻപിലുള്ള പ്രസംഗകന്മാർ, SKSSFന്റെ പ്രസംഗകന്മാർ, SYSന്റെ പ്രസംഗകന്മാർ, അതായത് EK സമസ്തന്റെ യുവ പ്രസംഗകന്മാർ, അവർ പറഞ്ഞു നടക്കുന്നത് ഇനി എവിടുന്നെങ്കിലും ഇയാൾ തേടി പിടിച്ചിട്ട് ഒരു സനത് കൊണ്ടുവന്നാലോ എന്ന് ഞങ്ങളുടെ ഉസ്താദുമാരോട്, സമസ്തന്റെ ഉലമാക്കളോട് ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത് അയാൾക്കത് സനത് കിട്ടൂല എന്ന് പറഞ്ഞു. സനത് കിട്ടൂല എന്ന് പറഞ്ഞിട്ടാണ് ഈ തീരുമാനം അവർ എടുക്കുന്നത് അർത്ഥം. ഞാനതിൻ്റെ ഒരു ഔദ്യോഗിക ഭാരവാഹി പ്രസംഗിക്കുന്നത് ശ്രദ്ധിച്ചു. ഒരൗദ്യോഗിക ഭാരവാഹി, ഇപ്പൊ സമസ്തനെ നിയന്ത്രിക്കുന്നത് അയാളാണ്. അയാൾ പ്രസംഗിച്ചത് എന്താ? ഇപ്പൊ സമസ്ത തീരുമാനിച്ചത് സനത് കിട്ടോളം അതിലാരും വഞ്ചിതരാകരുത് എന്നാണ്. ഇത് പറയാനാണ് ഞാൻ വന്നത്. ഇത് കിട്ടിയാൽ അപ്പം ചെയ്യും. എന്താ ചെയ്യേണ്ടതെന്ന് സമസ്തക്കറിയും എന്നാണ്. ഇതിന്റെ മഫ്ഹൂമൊന്നും മൂപ്പര് നോക്കിയിട്ടില്ല. ഇത് കിട്ടിയാൽ എന്താ ഇനി ചെയ്യേണ്ടതെന്ന് അപ്പം സമസ്ത തീരുമാനിക്കും, അപ്പം അറിയാന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ സനത് കിട്ടൂലെന്ന് ഉറപ്പിച്ചിട്ടോ അല്ലെങ്കിൽ സനത് കിട്ടിയിട്ട് പിന്നെ തന്ത്രം വേറെ എടുക്കാം എന്ന് വെച്ചിട്ടോ ആണ് മുശാവറ സനത് ആവശ്യപ്പെടുന്നത്. EK സമസ്തന്റെ കുട്ടികളും EK സമസ്തയുടെ പ്രസംഗകന്മാരും സനത് ചോദിക്കുന്നതും. ഇരിക്കട്ടെ, ഇതങ്ങനെ തുടർന്ന് കൊണ്ടുപോകാനുള്ള രണ്ട് കക്ഷിയുടെയും ഒരു ലെവലല്ലേ? ഇവർക്ക് ജീവിക്കണമെങ്കിൽ ഇത് വേണം. ഈ വിവാദമല്ലാതെ ഈ സംഘടനകൾക്കൊന്നും നിലനിൽപ്പില്ല. അപ്പൊ സഹോദരന്മാരെങ്ങൾ നോക്ക്, ആർക്കായി സോക്കേട് തിരിയാത്തേ?
ആർക്കാ ഈ സോക്കട് തിരിയാത്തത്? എന്നിട്ട് വെല്ലുവിളിച്ച് എസ്കക്കാരൻ എവിടെത്തി? എസ്കക്കാരിപ്പോ ശാസ്ത്രത്തെ ഇമാമാക്കിയ കാല. മാസം കാണാൻ ശാസ്ത്രം എസ്കക്കാർക്ക് പറ്റൂല. വേറൊരുപാട് സംഗതി ഉണ്ട്, അതിലൊന്നും പറ്റൂല. തിരികേശം തെളിയിക്കാൻ മാത്രം എസ്കക്കാർക്ക് ശാസ്ത്രം. എന്നാൽ ആ വെല്ലുവിളി എസ്കക്കാരാ വഹാബികളുടെ വെല്ലുവിളിയാണെന്ന് ഒരു ക്ലിപ്പ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തിരി. സിഹറുമായി ബന്ധപ്പെട്ട് വഹാബികൾക്കിടയിൽ നടന്ന ഒരു ചർച്ചയിൽ അജുവാകാരൊക്കെ കടന്നു വരികയാണ്. അജുവാകാരൊക്കെ തിന്നാല് സിഹർ പറ്റൂല എന്ന ഹദീസ് എടുത്ത് സക്കരിയ സ്വലായി ഉദ്ധരിച്ചപ്പോൾ മടവൂര് മുജാഹിദ് അതിന് കൊടുത്ത മറുപടി എന്താ? നിങ്ങള് അജുവാകാരൊക്കെ തിന്ന സിഹർ മാത്രല്ല വിഷം തട്ടൂല. എന്നിട്ട് അലിമദിന് ചോദിക്കണ ചോദ്യമുണ്ട്. എന്താ ചോദ്യോ? ഒരു കുപ്പി തന്നാട്ടെ, കുടിച്ചു തരുമോ? ആ പരീക്ഷണത്തിന് ഞങ്ങൾ ഇസ്ലാമിലില്ല. ഒരാള് അയാളോട് ചോദിച്ചു, അല്ല 7 അജ്വ കാരക്ക രാവിലെ വെറും വയറ്റിൽ തിന്നാൽ ആ വൈകുന്നേരം വരെ അയാൾക്ക് വിഷമോ സിഹറോ ബാധിക്കോ ഇല്ലാന്ന് ബുഖാരിന്റെ ഒരു ഹദീസ് ഉണ്ടല്ലോ, അതിനെപ്പറ്റി എന്താ അഭിപ്രായം? അയാളൊരു ഒറ്റ ചിരിയാ. എന്നാ പിന്നെ ആ കാരക്ക നബിക്കാണ് തിന്നാ പോരായിരുന്നില്ലേ? എന്നാ പിന്നെ നബിക്ക് സിഹർ പറ്റോ? ഇത് നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യല്ലേ? ഇങ്ങനെയുണ്ട്. അനുയായികളും കുറുകി ചിരിച്ചു. ബുഖാരിയും മുസ്ലിം സംയുക്തമായി റിപ്പോർട്ട് ചെയ്തത് 2 ഹദീസ് ഒപ്പാ തട്ടിയത്. സിഹറിന്റെ ഹദീസും തട്ടി, അജുവന്റെ ഹദീസും തട്ടി. അജുവക്കായാൽ അർത്ഥം പറഞ്ഞ എന്തായാലും നിറച്ച കാരക്കാണ്. അങ്ങനെ അർത്ഥം മദീനത്തിൽ പ്രത്യേക കാരക്കത്. അജുവ കാരക്കക്ക് മൻഹൽ എന്ന് പറഞ്ഞ മലയാള ഡിക്ഷണറിയിൽ, ഈ പറൂക്കാരനും കൊടിയത്തൂർക്കാരനും എഴുതിയ ഡിക്ഷണറിയിൽ നിറച്ച കാരക്കാന്ന് എഴുതിയതാ വലിയ തെളിവ്. അജുവ എന്ന് പറഞ്ഞാൽ മദീനയിൽ പ്രത്യേക കാരക്ക, വലിയ വിലപിടിപ്പുള്ള കാരക്കാണ്. അത് വെറു വയസ്സിൽ 7 എണ്ണം തിന്നാൽ അന്ന് വൈകുന്നേരം വരെ വിഷമോ സിഹറോ ബാധിക്കില്ല. അത്ര പ്രതിരോധ ശക്തിയാണ് അതിന്. വൈകുന്നേരത്ത് പിന്നെയും തിന്നാൽ നേരം വെളുക്കോളം. എന്നാൽ നബിക്ക് അതൻ തിന്നൂടായിരുന്നോ? നബി ഇവയാളെപ്പോലെ പണക്കാരനാണോ? 7 ഈ അജുവാക്കാരക്ക തിബുന്നബവിയുമായിട്ട് ബന്ധപ്പെട്ട് അത് പറഞ്ഞിട്ടുള്ളത് പ്രവാചകന്റെ ചികിത്സ ഒരു സുന്നത്ത് എന്നുള്ള രീതിയിൽ പിൻപറ്റേണ്ടതാണോ? 101-ാമത്തെ ചോദ്യമാണ്. പ്രവാചകന്റെ ചികിത്സ, പ്രവാചകൻ നടത്തിയ ചികിത്സ, അല്ലെങ്കിൽ ആ രീതിയിൽ പ്രവാചകൻ പറഞ്ഞ ഔഷധങ്ങൾ ഒരു സുന്നത്ത് എന്ന നിലയിൽ പിൻപറ്റേണ്ടതാണോ? ഇനി അജുവാകാരൊക്കെ തിന്നാൽ സിഹർ ഫലിക്കുകയില്ല എന്ന് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, സുമ്മും ബാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ. 102-ാമത്തെ ചോദ്യമാണ്. നമുക്കൊരു പരീക്ഷണം നടത്തി നോക്കാം. കാരക്ക ഞങ്ങൾ കൊണ്ടുവരാം ഫ്രീ ആയിട്ട്. എസ്കക്കാരന്റെ 7-ാമത്തെ ചോദ്യം. എസ്കക്കാരന്റെ 7-ാമത്തെ ചോദ്യം എന്താ ചോദ്യം? കാർബൺ ഡേറ്റിംഗ് പോലുള്ള സാധനം കൊണ്ടൊന്ന് പരീക്ഷിച്ചൂടെ? ആദ്യം വെല്ലൂരത്ത് പരീക്ഷിച്ചുകൊണ്ട് പേര് കച്ചവടം അവിടെയാ നടന്നത്. അവിടുത്തത് പരീക്ഷിച്ചു വന്നാൽ ലിസ്റ്റിന് തന്നാൽ 2-ാമത്തെ ദിവസം നമുക്ക് ആലോചിക്കാം. ഷറൊക്കെ നോക്കിയിട്ട് നിങ്ങളെ മാതിരി വെട്ടത്തി നമുക്ക് പറ്റൂല. ഞമ്മക്കപ്പോൾ ആലോചിക്കാം എങ്ങനെ ഇസ്ലാമായില്ലെന്നൊക്കെ. നിങ്ങൾ ചെയ്തുകൊണ്ട് അത് ഇസ്ലാമായിക്കൊള്ളുന്നില്ല, കാരണം നിങ്ങൾ അത്ര നമ്പാൻ പറ്റൂല. ഇനി നിങ്ങൾ നോക്ക്, വെല്ലൂരത്തെ പരിശോധിച്ചിട്ട് പേര്, എന്നിട്ട് നമുക്ക് ആ ചർച്ചയാകാം. ഇനി വഹാബികളെ ഈ ചോദ്യം ഉണ്ടല്ലോ, ആ പരീക്ഷണ പരിപാടി ഇസ്ലാമിൽ ഞങ്ങൾക്ക് പറ്റൂല. കാരക്ക ഞങ്ങൾ കൊണ്ടുവരാം, ആ തീക്കട്ട ഞങ്ങൾ കൊണ്ടുവരാം, അടുപ്പ് ഞങ്ങൾ മൂട്ടിത്തരാം, ഫ്രീ ആയിട്ട് തരാം, ആ ഞങ്ങളെ വക തരാം. കാരക്ക തന്നതിന് വെറും വയസ്സിൽ തരും. നിങ്ങൾ ആ മുടി കേക്കിന് കൊണ്ടുവരണം. അയിമ വല്ലതും തേച്ചിക്കണമെങ്കിലോ കട്ടാതെക്കാൻ, അപ്പൊ തേച്ചും എനിക്ക് ഇസ്തിരിക്കിട്ട് കൊണ്ടുവരണം. എന്നിട്ട് നല്ല പുരിടാനും കലക്കി തരും. ആ എന്നിട്ട് അതിലാണ് വെക്കണം. നമുക്കൊന്ന് നോക്കാലോ? ഞങ്ങളില്ല, ഇത് ഇസ്ലാമാ. ഞങ്ങളില്ല, അത് വഹാബികളാ പറ്റും, ഇത് സുന്നത്തിയമായിട്ടാ പറ്റൂല. ഇനി അങ്ങനെ ഉണ്ടോ? അങ്ങനെ പരിശോധിച്ചറിയണോ? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഒരു കുപ്പി വിഷം ബിസ്മില്ല കുടിച്ചേ, കറാമത്ത് കാട്ടാന്. ആ തോട്ടുമുക്കം വരുമ്പോ ആ സിസ്റ്ററിന്റെ കൂട്ടത്തിൽ ഒന്ന് കൊടുക്കി 1/2 ഗ്ലാസ്. മൂപ്പർ ഏതായാലും നിങ്ങൾക്ക് വരുമ്പോ തക്ബീറൊക്കെ ചില്ലി സ്വീകരിച്ചാലുള്ള ഒരു വലിയല്ലേ, കാട്ടട്ടെ മൂപ്പരൊന്ന്. എന്നിട്ട് ബിസ്മിന്റെ പവർ മൂപ്പരൊന്ന് പരീക്ഷിച്ച് കാട്ടിത്തരട്ടെ. 2-ാമത്തെ ദിവസം ഓക്കെ ആലോചിക്കാം. മക്കളുണ്ടല്ലോ, ഏതെങ്കിലും ഒരു കുട്ടീനെ പറഞ്ഞയച്ചാൽ മതി, കാരണം ഒരു ഹദീസ് സഹിയാണെന്നാണ് തെളിയിക്കല്ലേ. ആ കുറച്ച് 4-5 ഞങ്ങൾ ഇന്ന് പോകുന്നുണ്ടല്ലോ പേട്, അത് ഏതെങ്കിലും ഒന്ന് നോക്കി. ഏതായാലും നിങ്ങൾക്ക് അത് കുറച്ച് ആവശ്യത്തിനല്ല, അങ്ങനെ തെറി പറയാനുള്ളതാണ്. അപ്പൊ ഏതെങ്കിലും ഒന്ന് അതിന് പറ്റും, ഒക്കെ ബലിയാടുകളാണ് നിങ്ങൾക്ക്. അപ്പൊ ഏതെങ്കിലും ഒന്നിനൊന്ന് അങ്ങോട്ട് നിർത്തിയാക്കി, കാരണം ഒരു ഹദീസ് സഹിയാണെന്നാണ് തെളിയിക്കൽ. ആ മുടി ശരിയാകാൻ നോക്കല്ലേ, അപ്പൊ ഒന്ന് ജീവൻ പോയാലും കുഴപ്പമില്ല.
വലിയ കാര്യല്ലേ? ആ വലിയ സംഗതിയാ. അതുകൊണ്ട് എസ്കക്കാരൊന്ന് നോക്കി ഒന്ന് കൊടുക്കി തോട്ടുമുക്കത്തിന് ബിസ്മില്ലി മൂപ്പരൊന്ന് കുടിക്കട്ടെ. ഇപ്പൊ പക്ഷേ എഴുതി തരണം കൃത്യമായി, സാക്ഷികളെ നിർത്തിയിട്ട് എന്ത് വേണമെന്നറിയോ? പക്ഷെ ഞങ്ങൾക്ക് എഴുതി തരും വേണ്ട, ഞങ്ങൾ കുടിപ്പിക്കാനുമില്ല, കുടിക്കലും എഴുതലൊക്കെ നിങ്ങൾ തന്നെ, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. ഈ മരണത്തിൽ ഒരാൾക്കും യാതൊരു പങ്കുമില്ല. ഇതിന്റെ പേരിൽ ആരുടെ പേരിലും ഒരു കുറ്റവും ചാർത്തരുത് എന്ന് നല്ല മുദ്രപത്രം വാങ്ങിയിട്ട് പിന്നെ വക്കീലിന്റെ മുമ്പിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം? കൃത്യമായിട്ട്, വളരെ കൃത്യമായിട്ട് എഴുതി തരണം. നമ്മളൊന്ന് പരീക്ഷിച്ചു നോക്കുക. സിഹിർ മാത്രമല്ല പരിക്കാക്കുക, വിഷവും ഫലിക്കുകയില്ല. പരീക്ഷണത്തിന് തയ്യാറാണോ? ഹദീസ് നമുക്കാൻ തെളിയിക്കാലോ അങ്ങനെ പരീക്ഷിച്ചിട്ട്. ഇതെന്റെ ബോർഡാ. 7-ാം നമ്പർ ചോദ്യോ പരീക്ഷണം. ഇത് അള്ളാന്റെ ദീന. അള്ളാഹ് റസൂലിനെയും പരീക്ഷ കൊണ്ടുവരുന്ന പരിപാടിക്ക് ഞങ്ങളില്ല. ഇനി നിങ്ങൾ നോക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ വഹാബികളുടെ അവസ്ഥയിലേക്ക് നിങ്ങൾ പോയില്ലേ? സാധാരണ സുന്നികളെ, നിങ്ങളും നിങ്ങളെ കൂട്ടത്തിലെ നിഷ്കളങ്കരായ കുറച്ച് ഉലമാക്കളും അറിഞ്ഞോ അറിയാതെയോ അന്ധമായ കാന്തപുരം ഉസ്താദിനോടുള്ള വിരോധം തലക്ക് കയറിയ കുറച്ച് ടീമിന്റെ വെറിയിൽ സുന്നത്തിയമായത്തിന്റെ പുറത്തേക്ക് പോവുക. ഇനി നിങ്ങൾ നോക്കൊരു ചെറിയ ഉദാഹരണം കൂടി കൂട്ടത്തിൽ ഞാൻ പറയട്ടെ. തരപ്രസംഗം. ആ തരപ്രസംഗത്തിൽ എന്താണ് സമസ്തയുടെ ഉലമാക്കളെ നിലപാട്? ഇപ്പങ്ങളെ പരിപാടി എന്താണ്? അതിന് വഹാബികളെ ചോദ്യങ്ങൾ നെഞ്ചിന് വരുന്നുണ്ട്. മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? കണ്ണിയത്ത് ഉസ്താദും EK ഉസ്താദും എതിർത്ത് ഫത്വ നൽകിയ ഖുതുബക്ക് മുമ്പുള്ള പ്രസംഗത്തെ വെള്ളപൂശി സുന്നി അക്കാർ ലേഖനമെഴുതിയപ്പോൾ തൃണവൽക്കരിച്ചത് പണ്ഡിത പൈതൃകത്തെയായിരുന്നു. അതാണ് മുജാഹിദ് മൗലവി ചോദിച്ചത്. ഈ തറപ്രസംഗം പൂർവിക പണ്ഡിതന്മാർ ചെയ്തതാണോ? മരക്കൽ മുല്ലക്കോയത്തങ്ങൾ തറപ്രസംഗം നടത്തിയിട്ടുണ്ടോ? പാണക്കാട് പൂക്കോയത്തങ്ങൾ തറപ്രസംഗം നടത്തിയിട്ടുണ്ടോ? പാങ് അഹമ്മദ് കുട്ടി മുസ്ലിയാർ തറപ്രസംഗം നടത്തിയിട്ടുണ്ടോ? കാടേരി മുസ്ലിയാർ തറപ്രസംഗം നടത്തിയിട്ടുണ്ടോ? പാണിയന്തോൾ അത്രമാ മുസ്ലിയാർ തറപ്രസംഗം നടത്തിയിട്ടുണ്ടോ? സമസ്തയുടെ ആദ്യത്തെ മുശാവറാംഗങ്ങളിൽ എത്ര ആളുകൾ തറപ്രസംഗം നടത്തി? വിമാനം തസ്മൗ അന്തും വലാ ആബാഉക്കും. കേൾക്കാത്തത് പറയുന്നവർ. എസ്കക്കാരോടുള്ള ചോദ്യോ അല്ലേ? ആരാ വഹാബികളെ കാണുമ്പോ മുട്ടുവറക്കുന്നത്? പറ. ഞങ്ങൾക്ക് അള്ളാന്റെ തൗഫീഖോടുകൂടെ ഇന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചോദ്യം ചോദിക്കാൻ വളർന്ന ഒരു വഹാബി കേരളത്തിലില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് വഹാബികളുടെ മുമ്പിലേക്ക് വരാതെ നിങ്ങൾ കാന്തപുരം ഉസ്താദിനെ തെറി പറഞ്ഞു ഉദരപൂരണത്തിന് അരി തേടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളായാലും നിങ്ങൾ വെല്ലുവിളിച്ചിട്ടില്ലേ? നിങ്ങൾ ഇടപെടൊന്ന് ചൊല്ലി. എന്നിട്ട് വഹാബികളൊന്ന് വിളിക്കി നടത്തിയൊരു മുഖാമുഖം ഉത്തരം കിട്ടിയിക്കണോ? ബഹുമാനപ്പെട്ട കൂറ്റമ്പാർ ഉസ്താദിന്റെ വെല്ലുവിളി. നിങ്ങളെ വെല്ലുവിളിക്കുന്നു. യദവണ്ണ പോലുള്ള ഒരു വഹാബി കേന്ദ്രത്തിൽ, കുറ്റ്യാടി പോലുള്ള ഒരു മൗദൂദി കേന്ദ്രത്തിൽ പോയിട്ട് അവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ആശയത്തിനെതിരെ സംസാരിക്കാൻ സാധിക്കുന്ന വല്ല വഹാബികളും വല്ല മൗദൂദികളും ഉണ്ടെങ്കിൽ ഈ സ്റ്റേജിലേക്ക് കയറി വരൂ എന്ന് പറഞ്ഞ് ഒരു വെല്ലുവിളി നടത്തിയിട്ട് 5 മിനിറ്റ് കസേരയിലിരിക്കാൻ ധൈര്യമുള്ള ഒരു പണ്ഡിതൻ നിങ്ങൾക്കൊപ്പമുണ്ടോ? ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. എന്തു ചെയ്യാനാ സഹോദരന്മാരെ? ഞങ്ങൾക്ക് ഇതൊക്കെ പറയണ്ടേ? നിങ്ങൾക്ക് എന്ത് പറയണ്ടേ? എസ്കക്കാർക്ക് എന്തു പറയാണ്ടേ? എന്റെ ഓരോ ക്ലിപ്പും എസ്കക്കാരാ നിനക്കുള്ള ചോദ്യമാണ്. ഈ CD ഇറങ്ങും, ചോദ്യം മുറിച്ചോ, മറുപടി പറയുവാ. നിങ്ങളാണെങ്കിൽ നിങ്ങളെ 10 ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞുതരാം. എന്ത് 10 ചോദ്യം ചങ്ങായിമാരെ? കൊല്ലം 3 ഡേറ്റ് തണ്ടാൻ തുടങ്ങിയിട്ട് നിങ്ങൾ അല്ലേ? ചോദ്യം മറുപടി എത്ര കഴിഞ്ഞപ്പോ? എന്നിട്ട് എന്തുണ്ടായി? നമ്മൾ അന്നേ പറഞ്ഞിരുന്നു അടുത്ത മർക്കസിലെ തിരുകേശവ പ്രദർശനത്തിന് ആള് കൂടുന്നു. കാരണം നീളം നോക്കാൻ വന്നോലാണ്. വന്ന് നോക്കുമ്പോ ബലു പറഞ്ഞ മുടിന്റെ നീളൊന്നും അവിടെ അല്ല, മാങ്ങിസ്തേൻ്റെയൊക്കെ ഒന്ന് വള്ളം. അടുത്ത കൊല്ലോ ഒരു 10 എസ്കക്കാരെ കൂട്ടി വരികയാണ്. എന്തിനാ വയ്യാവേലിക്ക് പോണേ? എന്തിനാ വയ്യാവേലിക്ക് പോണത്? വിരൽത്തുമ്പുകൾ നഗ്നതയുടെ കഥ പറയുമ്പോൾ, കർണപുടങ്ങൾ മ്യൂസിക്കിൽ ലയിക്കുമ്പോൾ, തികഞ്ഞ ചിത്രങ്ങൾ ഇക്കിളിപ്പെടുത്തുമ്പോൾ, ആത്മീയ വീഥിയിലൂടെ വഴി നടത്താൻ വെബ്സൈറ്റ് യുഗത്തിലേക്കൊരു പുത്തൻ കാൽവെപ്പ്. www.hubburrasool.net